റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അസ്സഫറു ഖിത്അത്തുൻ മിനന്നാർ, യാത്ര തീയുടെ ഒരു കഷ്ണമാണ്. യാത്ര തീയുടെ ഒരു കഷ്ണമാണ്. അത് ഏത് തന്നെ യാത്രയാണെങ്കിലും അതിൻ്റെതായ പ്രയാസങ്ങളുണ്ടാവും. ദൂരം കൂടുന്നതനുസരിച്ച് ദുരിതവും വർദ്ധിക്കും. അത് പറഞ്ഞ് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഏത് യാത്രയ്ക്കും അതിൻ്റെതായ പ്രയാസവും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധമായ ശരീഅത്തിൽ യാത്രയ്ക്ക് പ്രത്യേക പരിഗണന നൽകിയിട്ടുള്ളത്. 4 റക്അത്തുള്ള നമസ്കാരങ്ങളെ 2 റക്അത്തായി ചുരുക്കി നമസ്കരിക്കുവാൻ ദീനിൽ അനുവാദം നൽകിയിട്ടുള്ളത് യാത്രയുടെ പ്രയാസങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ്. പലതരത്തിലുള്ള യാത്രകളും എല്ലാ യാത്രകളും അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലും ആക്കി തീർക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം. അപ്പോൾ ആ യാത്രയും ഇബാദത്താക്കി മാറ്റാൻ കഴിയും. യാത്രക്കാരന്റെ ദുആയ്ക്ക് പ്രത്യേക പരിഗണനയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. യാത്രക്കാരന്റെ ദുആയ്ക്ക് സ്വീകാര്യതയുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും യാത്ര പോകുന്ന ആളുകളോട് നമ്മളോട് യാത്ര ചോദിക്കുമ്പോൾ ദുആ ചെയ്യണേ എന്ന് നമ്മൾ പറയാറുള്ളത്. അപ്പൊ നമ്മളും യാത്ര പോകുന്നവരും അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഹറാമിലേക്കൊന്നും പോകാതെ ദുആയിൽ കഴിഞ്ഞുകൂടിയാൽ അവന്റെ ദുആയ്ക്ക് പ്രത്യേകമായ പരിഗണനയുണ്ട് എന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ. യാത്ര പോകുമ്പോൾ അതിലൂടെ ശാരീരികവും മാനസികവുമായ ഉന്മേഷം ലഭിക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ഒരിക്കൽ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുക ആരോഗ്യവാനായി തീരും. യാത്ര ചെയ്യുക ആരോഗ്യം കിട്ടും. നമുക്കറിയാം, എപ്പോഴും വീട്ടിലും നാട്ടിലും തന്നെ കഴിഞ്ഞു കൊടുക്കുമ്പോൾ മനസ്സിനൊരു സന്തോഷം കിട്ടുമല്ലോ. മറിച്ച് ചെറിയ ചെറിയ യാത്രകൾ ചെയ്യുമ്പോൾ മനസ്സിനൊരു റാഹത്തും ഒരു ഉന്മേഷം ഒരു സന്തോഷവും ഒക്കെ കിട്ടും. കൂട്ടുകാരെ കാണുക, അതുപോലെ തന്നെ നമുക്ക് വേണ്ടപ്പെട്ടവരെ കാണുക, കുടുംബങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യുക. പ്രത്യേകിച്ച് സ്ഥലങ്ങളും നാടുകളും ഒക്കെ സന്ദർശിക്കുക. ഇതെല്ലാം ഖുർആൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഏതാണ്ട് 10ഓളം സ്ഥലങ്ങളിൽ ഖുർആൻ സീറൂ ഫിൽ അർദ് പറയുന്നത്. നമ്മൾ ഖുർആൻ വാങ്ങുന്നവർ സീറൂ ഫിൽ അർദ് ഫൻദുറൂ കൈഫ കാന ആഖിബത്തുൽ മുനദ്ദിബീൻ, ഇങ്ങനെ ഒരുപാട് ആയത്തുകൾ 10-11 സ്ഥലങ്ങളിൽ നിങ്ങൾ യാത്ര ചെയ്യണേ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. യാത്രയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മതമാണ്. ടൂർ പോകുന്നതിനൊന്നും ഒരിക്കലും ഇസ്ലാം എതിരല്ല. പക്ഷെ പോകുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം. ചുരുക്കി പറഞ്ഞാൽ യാത്ര ചെയ്യണം. യാത്രയിൽ ദുരിതങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവും. അതിനോടൊപ്പം നല്ല നല്ല യാത്രകൾ ചെയ്യുമ്പോൾ മനസ്സിനും ഉന്മേഷവും കിട്ടും. അപ്പൊ യാത്രയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക, ദുആ ചെയ്യുക. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുക. എനിക്ക് പ്രത്യേകം പരിഗണനയുണ്ട്. യാത്ര പോകുമ്പോൾ ഒരുപാട് ദുആകളെല്ലാം നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വാഹനത്തിൽ കയറുമ്പോൾ ദുആ, വീട്ടിലേക്ക് കയറുമ്പോൾ ദുആ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള ദുആ, വാഹനത്തിൽ എങ്ങനെ കയറണം, ഇതെല്ലാം പ്രത്യേകമായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ ഒരു ആയത്തുണ്ട്. സൂറത്തുൽ സുമറിന്റെ 67-ാമത്തെ ആയത്താണ്. വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി والأرض جميعا قبضته يوم القيامة والسماوات مطويات بيمينه سبحانه وتعالى عما يشركون. നമ്മൾ സുബ്ഹാനല്ലദീ സഖറ ലനാ എന്ന് പറഞ്ഞൊരു ദുആ നമ്മൾ ചെയ്യാറില്ല അല്ലേ? ആ ദുആയ്ക്ക് ശേഷം ഈ ആയത്തെ കൂടി ഓതിയാൽ സൂറത്തുൽ സുമറിലെ 67-ാമത്തെ ആയത്ത് വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി ഓതിയാൽ അപകടം ഉണ്ടാവുകയേ ഇല്ല എന്ന് മഹാന്മാര് പറയുന്നു. അപകടം ഉണ്ടാവില്ല. ഇനി ഉണ്ടായാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി അല്ലാഹു തന്നെ ആയിരിക്കും എന്ന് നമുക്ക്
കിതാബുകളിൽ വായിച്ചെടുക്കാൻ കഴിയും. വമാ ഖദറല്ലാഹ ഹഖ ഖദ്രിഹി വൽ അർളു ജമീഅൻ ഖബളതുഹു യൗമൽ ഖിയാമത്തി വസ്സമാവാതു മത്വിയാതു ബിയമീനിഹി സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. നമ്മൾ പഠിക്കണം. നമ്മളെപ്പോഴും യാത്ര ചെയ്യുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനും അമൽ ചെയ്യാനും തൗഫീഖ് നൽകുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ